ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മുടെ പുതിയ ജനറേഷൻ ഡിസയർ ഇപ്പോൾ ലോഞ്ചിനായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരുപാട് ലീക്ഡ് ഇമേജസും അതുപോലെ റെൻഡേഴ്സും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലീക്ഡ് ഇമേജ് ആണ് ഇതൊക്കെ. പക്ഷേ ഇതിലൊക്കെ ഈ വണ്ടി ക്യാമഫ്ലാജ് ഒക്കെ വെച്ചാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ ഡിസൈനൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ കുറച്ച് മുന്നേ ഈ വാഹനത്തിൻ്റെ ഡിസൈൻ മൊത്തമായിട്ട് ലീക്കായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ, റിയർ ഡിസൈൻ, സൈഡ് ഡിസൈൻ ഇതൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ ഈ വാഹനത്തിനകത്ത് ഏകദേശം എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റും ടൈലൈറ്റും ഒക്കെ ഓൾറെഡി ലീക്കായതായിരുന്നു. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഇമേജസ് നോക്കുകയാണെങ്കിൽ ആദ്യം ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ തന്നെ എടുക്കാം. ഏറ്റവും വലിയൊരു ഡിഫറൻസ് കാണാൻ പറ്റുന്നത് ഇത്രയും കാലം ഡിസയർ എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ ഡിസൈൻ എപ്പോഴും നമ്മുടെ സ്വിഫ്റ്റ് ആയിട്ട് സിമിലർ ആയിരിക്കും. ഗ്രില്ലിലൊക്കെ ചെറിയ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ഇത്തിരി വലുപ്പം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ടാകും. പക്ഷേ ഹെഡ്ലൈറ്റ്, ബോഡി പാനൽ, സാധനങ്ങളെല്ലാം അവർ സ്വിഫ്റ്റിൻ്റെ അതേ സംഭവം തന്നെയായിരിക്കും യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ വണ്ടിയുടെ കേസിൽ അങ്ങനെയല്ല. ഫ്രണ്ട് ഡിസൈൻ നമ്മൾ പുതിയ 4th ജനറേഷൻ സ്വിഫ്റ്റ് നോക്കുകയാണെങ്കിൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഹെഡ്ലൈറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്കറിയാം 3rd ജനറേഷൻ മോഡലിൽ നിന്ന് കുറച്ചൊക്കെ എവല്യൂഷൻ വരുത്തിയത് പോലത്തെ ഡിസൈൻ ആയിരുന്നു അതിൻ്റെ. പക്ഷേ ഈ വണ്ടിയിൽ പഴയ ഡിസൈറിൻ്റെ ഹെഡ്ലൈറ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. കൈൻഡ് ഓഫ് ഒരു ഹൊറിസോണ്ടൽ ടൈപ്പ് പാറ്റേണിലിരിക്കുന്ന നല്ല നീളമുള്ള ഹെഡ്ലൈറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫുൾ LED ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിനകത്ത്. ഇങ്ങനെ ഓരോരോ പാനൽ പോലെ കാണാം. ഈ സിറ്റിയിലൊക്കെ നമ്മൾ കാണില്ലേ ഒരുപാട് അറയുള്ള LED ഹെഡ്ലൈറ്റ്സ് പോലെ പുതിയ 5th ജനറേഷൻ മോഡൽ വന്നതിൽ ഏകദേശം അതുപോലത്തെ ഒരു പാറ്റേൺ പോലെ ഉണ്ട്. പിന്നെ DRLസിൻ്റെ ഡിസൈൻ കാണാം. അതും ഹൊറിസോണ്ടലായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വിഫ്റ്റിലുള്ള പോലെ L ഷേപ്പൊന്നും അല്ല. പിന്നെ ഇതിൻ്റെ ഗ്രില്ല് ഈ പണ്ടൊക്കെ ഇവർ കൊളാബറേറ്റ് ചെയ്ത് വണ്ടികൾ മാത്രം റീബാഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ ടൊയോട്ടയായിട്ടുള്ള കുറച്ച് കൊളാബറേഷൻ കൂടിപ്പോയിട്ടാന്ന് തോന്നുന്നു. ലെക്സസ് പോലത്തെ ഗ്രില്ലൊക്കെയാണ് ഈ പുതിയ ഡിസയറിൽ അവർ കൊടുത്തിരിക്കുന്നത്. വളരെ വലിപ്പമുള്ള ഗ്രില്ലാണ് വരുന്നത്. പിന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ LED ഫോഗ് ലൈറ്റ്സ് ഒക്കെ കാണാം. ഫ്രണ്ടിൽ നമ്മൾ ഈ ഹോണ്ടയുടെ വണ്ടികളൊക്കെ കാണുന്നതല്ലേ നമ്മുടെ ഈ ഒരു സംഭവം, അതായത് ഹുഡും അതുപോലെ ഗ്രില്ലും സംഭവങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്ന പോലത്തെ ചെറിയൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് ഈ പുതിയ ജനറേഷൻ സ്വിഫ്റ്റിലുണ്ടായിരുന്നു. ഈ വണ്ടിയിൽ അത് കാണാൻ നല്ല എവിഡൻ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിൽസ് അതുപോലെ ഡോറിൻ്റെ ഒക്കെ ഡിസൈൻ ചിലപ്പോൾ ഒരു പരിധി വരെ സിമിലർ ആയിട്ട് തോന്നുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ORVMs നോക്കുകയാണെങ്കിൽ അവിടെ താഴത്തേക്ക് ചെറിയൊരു ബൾജിങ് കാണാം. സംഭവം ഡിസൈനൊക്കെ നമ്മൾ സ്വിഫ്റ്റിനെ കണ്ട അതേ ORVMs തന്നെയാണ്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അതിലുണ്ട്. പക്ഷേ അതിന് താഴത്തെ ഒരു ബൾജിങ് വന്നിരിക്കുന്ന 360° ക്യാമറയുടെ ആണ്. നമുക്ക് സ്വിഫ്റ്റിൽ 360° ക്യാമറ കിട്ടിയില്ല, പക്ഷേ ഡിസയറിൽ എന്തായാലും അത് കിട്ടുന്നതായിരിക്കും. അതൊരു വലിയ അഡീഷണൽ പ്ലസ് പോയിന്റ് ആണ്. കാരണം ഈ സെഗ്മെൻറ്റിലുള്ള വേറെ വണ്ടികളിലൊന്നും തന്നെ 360° ക്യാമറ ഇല്ല. ഇനിയിപ്പോൾ ഈവൻ പുതിയ ജനറേഷൻ അമേസ് വരുന്നതിലും ലെയിൻ വാഷ് ക്യാമറ ഉണ്ടാവുള്ളൂ. 360° ക്യാമറ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഹോണ്ട ഈവൻ അവരുടെ എലവേറ്റിൽ പോലും ലെയിൻ വാഷ് ക്യാമറ കൊടുക്കുന്നുള്ളൂ, 360 ക്യാമറ ഇല്ല. അതുപോലെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ ഇതിൻ്റെ അകത്ത് സൺറൂഫ് കാണാൻ പറ്റും. സംഭവം സിംഗിൾ പെയിൻ സൺറൂഫ് ആണ്, വലിയ പാനോറാമിക് സൺറൂഫ് ഒന്നും അല്ല. പക്ഷേ ഇതൊരു കോമ്പാക്ട് സെഡാൻ ആണ്. ഇതിൻ്റെ അകത്ത് പാനോറാമിക് സൺറൂഫ് ഒന്നും വെക്കാനുള്ള സ്ഥലമില്ല. സിംഗിൾ പെയിൻ സൺറൂഫ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പുതിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികളൊന്നും തന്നെ നമുക്ക് ഈ ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കാണാൻ പറ്റാത്തതാണ്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിനെ കാണാം. അതുപോലെ ഇതിൻ്റെ അകത്ത് പുതിയ ഒരു അലോയ് വീൽസിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. സംഭവം 15 ഇഞ്ച് വരെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ എന്നാലും മൾട്ടി സ്പോക്ക് വീൽസ് ആണ്. അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡ് ഫെൻഡേഴ്സിൻ്റെ ഡിസൈൻ അതുപോലെ ബോഡിയുടെ ഡിസൈൻ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്താലും ഒരു പുതിയ ജനറേഷൻ വണ്ടിയിൽ വരുന്ന അത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റിൽ നമ്മൾ കണ്ട പോലെ മിനിമലായിട്ടുള്ള ചേഞ്ചസ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഡിസയറിൻ്റെ കേസിൽ തോന്നുന്നില്ല. ഇതിൻ്റെ ലീക്കായി വന്ന ഹെഡ്ലൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള അറയാണ് LED ഹെഡ്ലൈറ്റ്സിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ DRLസിൻ്റെ ഡിസൈനും ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് തന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കും. LED ഹെഡ് ലാംപ്സ് ആക്ച്വലി നമുക്കിപ്പോൾ ഓറയിലൊന്നും കിട്ടാത്തതാണ്. ടിഗോറിൽ പിന്നെ ഓൾറെഡി ഇല്ല. അമേസിൻ്റെ 2021 മുതൽ വന്ന ഫേസ് ലിഫ്റ്റിലാണ് ആകെ LED ഹെഡ് ലാംപ്സ് ഉള്ളത്. ഇനി റിയർ പ്രൊഫൈലിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ സ്പൈ ഷോട്ട്സ് ഒക്കെ ഒന്ന് കണ്ടോ. ഇതാണ് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന സ്പൈ ഷോട്ട്സ്. കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ലായിരിക്കും. കാരണം ഇതും ഫ്രണ്ടിൽ നേരത്തെയും കാണിച്ച പോലെ മൊത്തം ക്യാമഫ്ലാഷ് ആണ്. അങ്ങനെ ഡിസൈനും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ നേരത്തെ കണ്ട ഷോട്ട്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനും അത് ബാക്കിലത്തെ ഒരു രൂപകൽപ്പനയൊക്കെ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ചെറുതായിട്ട് നമ്മുടെ BMW M2ൻ്റെ ഒക്കെ ടെയിൽ ലൈറ്റ്സ് പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പുതിയ മോഡൽ വന്നതിൻ്റെ. എന്തായാലും വണ്ടിയെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കങ്ങനെ BMW M2ൻ്റെ ടെയിൽ ലൈറ്റ്സ് പോലെ തോന്നുന്നില്ല. മാത്രമല്ല ഇതിൻ്റെയൊക്കെ ഒരു മൊത്തത്തിലുള്ള റിയർ ഷേപ്പ് എടുക്കുകയാണെങ്കിലും കറക്റ്റ് അമേസിൻ്റെ ഒക്കെ ലുക്ക് പോലുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അമേസ്. അതായത് ഒരു അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള ഡിസൈനാണ്. കോമ്പാക്ട് സെഡാൻ ആണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് വെട്ടി വെച്ച ഒരു ലുക്കൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഒരു ബൂട്ടിൻ്റെ ഏരിയ വളരെ ചെറുതാണ്. കോമ്പാക്ട് സെഡാൻസിൽ നമ്മൾ ടിപ്പിക്കലായിട്ട് കാണുന്ന പോലെ ഒരു സ്പോയിലർ പോലത്തെ ചെറിയൊരു ബൾജിങ് പോർഷൻ അവിടെ ബൂട്ടിൻ്റെ എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഒരു സ്റ്റാൻഡ്സ് ഒന്നും ഈ ഒരു ഫോട്ടോസിലൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഇപ്പോൾ ഉള്ള ഡിസയർ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കർവി ഷേപ്പൊക്കെ പോയിട്ട് ഇപ്പോൾ മൊത്തമായിട്ടുള്ള വളരെ ബോൾഡായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഡിസൈൻ ടൈപ്പിലേക്ക് പോയതുപോലെ എനിക്ക് തോന്നി. മറ്റേതെന്ന് പറഞ്ഞാൽ ഡിസയർ കുറച്ചധികം കർവി ആയിരുന്നല്ലോ, പ്രത്യേകിച്ച് ബാക്കിലേക്കൊക്കെ വരുമ്പോൾ. എനിക്കും 3rd ജനറേഷൻ ഡിസയറിൻ്റെ ഡിസൈൻ ഇഷ്ടമാണ്. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ബോൾഡ് ഡിസൈൻ ആയതുപോലെ ഉണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഇറങ്ങുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഇതിൻ്റെ റിയർ ഡിസൈനൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സ് ലീക്കായിരുന്നു. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇതിൻ്റെ ടെയിൽ ലൈറ്റ്സ് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് തോന്നുന്നില്ലായിരിക്കും. ഞാനതും കൂടെ കാണിച്ചു തരാം.
ഇതാണ് ഈ വാഹനത്തിൻ്റെ റിയർ ടെയിൽ ലാംപ്സ് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് LED ടെയിൽ ലാംപ്സ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ റിയർ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ റിവേഴ്സ് ലൈറ്റും വരുന്നതെല്ലാം സാധാരണ ഹാലജൻ ബൾബിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിലൊരു രസമുള്ള ടെയിൽ ലാംപ്സ് ആണ്. അത്യാവശ്യം ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ടാറ്റയൊക്കെ പണ്ട് ട്രൈ ആരോ എന്ന് പറഞ്ഞൊക്കെ മാർക്കറ്റ് ചെയ്തിരുന്നില്ലേ, ഏകദേശം അതുപോലത്തെ ഒരു പാറ്റേൺ ആണ്. പിന്നെ ഇതിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ LED പോർഷൻ ഇപ്പുറത്തായിട്ട് ചെറിയൊരു ഹാലജൻ ലൈറ്റ് കൂടെ കാണാം. ചിലപ്പോൾ അത് ബ്രേക്ക് ലൈറ്റിൻ്റെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതും ചിലപ്പം ഹാലജനായിട്ട് തന്നെ ഒരു കൊടുത്തിട്ടുണ്ടാവായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ അങ്ങനെ ഒരുപാട് സ്പൈ ഷോട്ട്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് നേരത്തെ വന്ന പോലെ അകത്തെ ഷോട്ട്സ് ഒന്നും ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇനി ഇവർ പ്രത്യേകിച്ച് ഇപ്പോൾ സ്വിഫ്റ്റുമായിട്ടുള്ള മൊത്തത്തിലുള്ളൊരു ബന്ധം വിട്ടതുപോലെ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ അങ്ങനെ വിടും എന്നറിയില്ല. പക്ഷേ അതിന് ചാൻസ് കുറവാണ്. കാരണം അവർ ബലേനോ മാറ്റി നമ്മുടെ ഫ്രോങ്സ് ഇറക്കിയപ്പോഴും എക്സ്റ്റീരിയറിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുത്തി ഒരു കോമ്പാക്ട് SUV-യിലൊക്കെ തോന്നുന്ന രീതിയിലാക്കി. പക്ഷേ ഇൻറ്റീരിയർ അപ്പോഴും ബലേനോയുടെ കുറച്ച് കളർ തീമൊക്കെ മാറ്റിയിട്ട് ഇറക്കിയതായിരുന്നു. പുതിയ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ അത്ര മോശമൊന്നുമല്ല. നമുക്ക് ഈ ഒരു പുതിയ ഡിസൈറിലേക്ക് കൊടുക്കാൻ പുതിയ 9 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററൊക്കെ നല്ലതാണ്. നമുക്ക് MID വരുന്ന 4.5 ഇഞ്ചാണ്. TFT കളർ ഡിസ്പ്ലേ ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഒരു സ്പൈ ഷോട്ട്സിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ കാണാം. അതുപോലെ ഇങ്ങനെ ഹെഡപ്പ് രീതിയിൽ നിൽക്കുന്ന ഡിസ്പ്ലേ ഇൻഫോടൈം സിസ്റ്റം അതിൻ്റെ അകത്ത് അങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ നമുക്ക് കാണാം. ബാക്കി AC-യുടെ കൺട്രോൾസൊക്കെ എന്തായാലും സെയിം ആയിരിക്കും. ഡാഷ്ബോർഡ് ലേഔട്ടിലൊക്കെ ചെറിയ കുറച്ച് കളർ തീമിന് ഡിഫറൻസ് ഉണ്ടാവായിരിക്കും. ഇവർ ഡിസൈറിൽ ഓൾറെഡി നമുക്ക് ഡ്യുവൽ ടോൺ ക്യാബിനാണ് ഇതിന് മുന്നേ കൊടുത്തിരുന്നത്. മൊത്തത്തിലൊരു ബേസ് ടൈപ്പ് ആയിരുന്നു അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് വന്നിരുന്നത്. സ്വിഫ്റ്റിൽ നമുക്ക് നേരത്തെയും ബ്ലാക്ക് ആയിരുന്നു. പുതിയ മോഡൽ അവർ സ്വിഫ്റ്റിലും ബ്ലാക്ക് പിന്നെ സിൽവറൊക്കെ കൊടുത്തു. ഡിസൈർ വരുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മിക്കവാറും ഒരു ബേസ് ടൈപ്പ് ഇൻറ്റീരിയേഴ്സ് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഒരു പരിധി വരെ നോക്കിയാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന പുതിയ ജനറേഷൻ ഡിസൈറിൽ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ ഇതുവരെ വണ്ടികളിലൊന്നും കിട്ടാത്തത്രയും ഫീച്ചേഴ്സാണ് കിട്ടാൻ പോകുന്നത്. ഈവൻ ഈ 9 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റം എടുക്കുകയാണെങ്കിൽ പോലും അത്രയൊന്നും സൈസ് ഇതുവരെ ഒരു വണ്ടിക്ക് ആരും കൊടുത്തിട്ടില്ല. ഇതിന് മുന്നേ മാക്സിമം ഉണ്ടായിരുന്ന ഹ്യുണ്ടായുടെ ആണ്. അത് 8 ഇഞ്ചസാണ് ഓറയിൽ വന്നിരുന്നത്. പക്ഷേ അമേസിലൊക്കെ ഇപ്പോഴും 7 ഇഞ്ചാണ്. ഇനിയിപ്പോൾ പുതിയ തേർഡ് ജനറേഷൻ അമേസ് വരുമ്പം അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു 8 ഇഞ്ചോ അല്ലെങ്കിൽ എലവേറ്റിൽ വരുന്ന പോലെ 10.1 ഇഞ്ചൊക്കെ കൊടുത്താലേ ഉള്ളൂ. അതിനൊക്കെ ഇനി നമുക്ക് കുറച്ചും കൂടെ കാത്തിരിക്കേണ്ടി വരും. അതിന് മുന്നേ എന്തായാലും ഡിസൈർ വരും. സോ മൊത്തത്തിൽ സുസുക്കി അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ പുതിയ ജനറേഷൻ ഡിസൈർ ഇറക്കുന്നതെന്ന് നമുക്ക് പറയാം. പിന്നെ എഞ്ചിൻ്റെ കേസാണെങ്കിലും സ്വിഫ്റ്റിൽ അവർ ഓൾറെഡി Z12V എന്ന് പറയുന്ന പുതിയ Z സീരീസ് പെട്രോൾ എഞ്ചിനാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പവറിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അതില്ല. 80 bhp 111.7 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് വരുന്നത്. നേരത്തെ ഇതിൻ്റെ അകത്ത് K സീരീസ് എഞ്ചിനായിരുന്നപ്പം 90 bhp ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് 113 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്ക് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞതൊക്കെ അനുസരിച്ച് ലോ ആൻഡ് ടോർക്ക് കുറച്ചുകൊണ്ട് ബെറ്റർ ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഡ്രൈവബിലിറ്റി കുറച്ചുകൊണ്ട് ബെറ്റർ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് K സീരീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അത് നമ്മൾ പുതിയ സ്വിഫ്റ്റിൽ കണ്ടതുമാണ്. ആക്സലറേഷൻ ടൈമൊക്കെ K സീരീസ് വെച്ച് വളരെ സ്ലോ ആയിരുന്നു. ഓൾമോസ്റ്റ് 14 സെക്കൻഡ്സ് ഒക്കെ വണ്ടി 0 to 100 എത്താനായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ K സീരീസ് എഞ്ചിനായിരുന്ന സമയത്ത് 11 സെക്കൻഡ്സിനടുത്തൊക്കെ വണ്ടി 100 എത്തുമായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് 5 സ്പീഡ് AMT ഓട്ടോമാറ്റിക്കും അതുപോലെ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയായിരിക്കും വരുന്നത്. ഇനി നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം മൈലേജ് ആണ്. കാരണം അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും കുറച്ച് കൂടുതൽ കിട്ടും. Z സീരീസ് എഞ്ചിൻ അവർ മെയിനായിട്ട് മൈലേജിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. സ്വിഫ്റ്റിൽ തന്നെ 24.8 kmpയിലാണ് അവർ ക്ലെയിം ചെയ്തിരുന്ന മൈലേജ്. ഈ വണ്ടിയിൽ എന്തായാലും 24-ന് മുകളിൽ നമുക്ക് ക്ലെയിംഡ് മൈലേജ് കിട്ടും. ഈവൻ റിയൽ ലൈഫിലാണെങ്കിൽ പോലും 18 to 25 ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ പറ്റുന്നത്, ഈ പുതിയ ഡിസൈർ വരുന്ന സമയത്ത് പണ്ടത്തെ പോലെ സ്വിഫ്റ്റ് ഡിസൈർ എന്ന് പറഞ്ഞവരിതിനെ വിളിക്കണം എന്നില്ല. മിക്കവാറും നേരത്തെ വിറ്റാര പ്രസ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് വിറ്റാര എടുത്ത് കളഞ്ഞ പോലെ ഡിസൈറിൻ്റെ പേരിൽ നിന്ന് സ്വിഫ്റ്റും അവരെടുത്ത് കളയാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പുതിയ ഡിസൈറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.